ഇന്നലെ വൈകുന്നേരം നല്ല കാറ്റും മഴയും ഇടിയെല്ലാം ഉണ്ടായിട്ട് അപ്പോൾ ആ സമയത്ത് വീണതാട്ടോ. ഇന്ന് രാവിലത്തേക്ക് നിറച്ചുണ്ടായിന് വീണെടുക്കുന്നത്. അപ്പോൾ നമ്മളെ തൊട്ടിപ്പറന്നെയാണ് മുരിങ്ങ മരമുള്ളത്. അതിന് വീണത് പറക്കിയെടുത്തേട്ടാ. അല്ല നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വറവുണ്ടാക്കട്ടെ. ഇനിയുണ്ട് കുറേ പറക്കാൻ വേണ്ടിയിട്ട്. പറക്കാൻ മടിയായതുകൊണ്ട് പറക്കിയിട്ടാട്ടോ. അപ്പോൾ ഇതെങ്ങനെ വറവുണ്ടാക്കലെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ മുരിങ്ങാപ്പൂവെല്ലാം എടുത്ത് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ റേഷൻ അരി ഇട്ടുകൊണ്ട് ഇടയ്ക്ക് നോക്കി നിന്നിട്ട് വെന്തിനൊന്ന്. അപ്പോൾ ഇതാ നത്തലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം മുറിച്ചാകുമ്പോൾ എൻ്റെ അരിയെല്ലാം വറുത്തുവേ വെന്തിട്ട്. അപ്പോൾ ആ മുരിങ്ങാപ്പൂവിലെ കുറച്ചല്ലേ ഉള്ളൂ, അതിലേക്ക് കുറച്ച് മുരിങ്ങേൻ്റെ ഇലയും കൂടി ചേർക്കാൻ വെച്ചിട്ടില്ല. അതെല്ലാം ഇരിഞ്ഞെടുക്കലാന്നേ. നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ആ മാറാലെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് നന്നാക്കി എടുത്തതിന് ശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കടുക് ഇടൂല, അരിയാന്ന് ഇട്ട് കൊടുക്കല കേട്ടോ. ഇത് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടില്ലേ വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ കുറച്ച് കാന്താരിയും കൂടെ ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇല്ലേ ഈ മുരിങ്ങാപ്പൂവും ഇലയും എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇതിൽ കുറച്ച് ഇടാൻ പാടില്ല, ഇല്ലെങ്കിൽ ഉപ്പായിട്ട് വായിൽ വെക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഉപ്പിൻ്റെ ആ തരിതരിയില്ലേ പൂവിൻ്റെ ഇടക്കൽ ഇങ്ങനെ വന്ന് നിൽക്കും. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ആവിയിൽ വേവിക്കുക. പെട്ടെന്ന് വേവില്ല, ഇലയും പൂവല്ലേ. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. അധികം ഇട്ട് കൊടുത്താൽ പൂവിൻ്റെ ടേസ്റ്റ് പോകുമെന്ന് വിചാരിച്ചിട്ട് ഒരു നുള്ള തേങ്ങ ഇട്ട് കൊടുത്തു. അങ്ങനെ എൻ്റെ മുരിങ്ങ പൂവും ഇലയും ഉപ്പേരി അടിപൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നത്തലെല്ലാം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി, ഉള്ളി, കറിവേപ്പിലെല്ലാം ചേർത്തിട്ടില്ല, നല്ലോണം പൊരിച്ചെടുക്കുക എല്ലാം കൂടിയിട്ട്. അപ്പോൾ ചോറും വിളമ്പിയിട്ട് ഇതാ എല്ലാം കഴിക്കലായി. നാളെ നല്ല വിശേഷമായിട്ട് കാണാം. ബായ്.